ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ ഒരു കാര്യം പറയാം, ദയവ് ചെയ്ത് കുട്ടികളൊന്നും ഈ വീഡിയോ കാണരുത് കേട്ടോ. കാരണം അത്രത്തോളം ഒരു അപരാധം പിടിച്ച വീഡിയോ ആണ്. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ കാണിച്ചു കൂട്ടുന്ന കുറേയധികം പേക്കുത്തുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തുടക്കം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോയിൽ വലിയ എന്തെങ്കിലും ഒരു സംഭവമൊന്നുമില്ല. ഇവർ കാണിച്ചു കൂട്ടുന്ന റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ, അതിനെതിരെയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആ കടലിൽ കിടന്ന് ആ കെട്ടിമറിയുന്ന ലെവന്റെ പേരാണ് വിഷ്ണു കൊച്ചിക്കാരൻ. കൂടെ അഭിനയിക്കുന്നത് നിഷ എന്നോ മറ്റാണ് അവരുടെ പേരും. ഇവരൊക്കെ ഇതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇതിന് മുന്നേ നമ്മൾ ഇവരുടെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഒരു നാണവും മാനവും ഉളുപ്പുമില്ല. എത്ര നെഗറ്റീവ് കേട്ടാലും തെറി കേട്ടാലും ഇവർക്ക് പ്രശ്നമില്ല. ഇവർക്കൊക്കെ ഇതുപോലെ നെഗറ്റീവിലൂടെ ഒന്ന് റീച്ചായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇമാതിരി കുത്തിക്കഴപ്പൊക്കെ കാണിക്കുന്നത്. കാരണം അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇതിനൊക്കെ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലേക്ക് രേണുസുതി കാല് വെച്ച് വന്നത് ഏത് റീലിലൂടെയായിരുന്നു? ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ആ ഒരു റീലിലൂടെയാണ് രേണുസുതി വൈറലായത്. അപ്പം ആ ഒരു രീതിയിൽ വൈറലാകാൻ കുറേ അപരാധം പിടിച്ചതുങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ആ പാട്ട് തന്നെ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് റീച്ച് ആവാൻ വേണ്ടിയിട്ട്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഇതിനൊക്കെ വല്ല പണിക്കും പോയിക്കൂടെ? കാരണം നല്ല രീതിയിൽ പൊണ്ണത്തടി എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ വല്ല ജോലിക്കും പോയി കഴിഞ്ഞാൽ ഇതിലും നല്ല വരുമാനം കിട്ടും. കാരണം ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട്. ഈ പാർക്കിലും അവിടെയും ബീച്ചിലും ഒക്കെ പോയി കടന്നിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോ സ്ത്രീകളുമായിട്ട് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ എന്തോ ഉദ്ദേശിക്കുന്ന എന്തോ? ഇവനൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ആ ഒരു സ്ത്രീകളൊക്കെ ആണെങ്കിൽ പോലും ഇവൻ്റെയൊക്കെ കൂടെ അഭിനയിക്കുന്നത് എന്ത് വൾഗറായിട്ടുള്ള രീതിയിലാണ് അഭിനയിക്കുന്നത്. ഇവനൊക്കെ കിട്ടുന്ന അവസരം നല്ല രീതിയിൽ അങ്ങ് മുതലെടുപ്പ് നടത്തുകയാണ്. എന്താ ഇതിനൊക്കെ പറയണ്ടേ? ഇവനൊക്കെ പബ്ലിക്കായിട്ട് വന്ന് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം അല്ലാത്ത പക്ഷേ ഇവരെവിടെയെങ്കിലും പോയി എന്ത് കാണിച്ചാലും നമുക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇവർ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കും. ആൾക്കാർ ചിലപ്പോൾ തെറി പറയും, ചീത്ത വിളിക്കും, എല്ലാം ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കുന്നേ? വയസ്സാം കാലത്ത് കുട്ടി നിക്കറ് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചേച്ചിയും ചേട്ടനും കൂടെ. അല്ലാണ്ട് എന്താ പറയണ്ടേ? എന്താണ് റീൽസൊക്കെ ചെയ്യുക, അതിൻ്റെതായ രീതിക്ക് എന്തെങ്കിലും റീൽസൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് കണ്ടിരിക്കാമെന്ന് വെക്കാം. ഇത് എന്തുവാ കിടന്ന് കടലിനകത്ത് കിടന്നുകൊണ്ട് അങ്ങോട്ട് കുത്തി മറിയാണ്. അത്രയും ഒരു ഭാരമുള്ള ആ ഒരു ചേച്ചീനെ അവൻ എടുത്ത് പൊക്കാൻ പെടുന്ന പാട് കുറച്ചൊന്നും അല്ല കേട്ടോ. ഈ കഷ്ടപ്പാടൊന്നും കാണാതെ പോവരുത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ചൊന്ന് റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളെ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. എങ്ങനെ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഓർക്കുന്നേ? ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാർ കാണുമ്പോൾ നല്ലതായിട്ട് തെറി കമൻറ്റ് കിട്ടുമെന്ന് ഇവനൊക്കെ നന്നായിട്ട് അറിയാം. ഇവനൊക്കെ അതാണ് വേണ്ടത്. നല്ല രീതിയിൽ വീഡിയോ ഒന്നും ചെയ്ത ഇവനൊന്നും എങ്ങും എത്താൻ പോകുന്നില്ലെന്നറിയാം. രേണുസുതിയെ പോലെ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറേ അലവലാദികൾ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക സോഷ്യൽ മീഡിയയിലേക്ക്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിർത്തലാക്കണം. ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുക, അതും പബ്ലിക്കായിട്ട് റീൽസിൻ്റെ പേരിലൊക്കെ പബ്ലിക്കായിട്ട് ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇതിനെതിരെയൊക്കെ നടപടി ഉണ്ടാവണം.
ഇവരുടെയൊക്കെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടി നിക്കറും ഇട്ട് ബീച്ചിൽ കിടന്ന് ഇമാതിരി അങ്ങ് പ്രഹസനങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇതങ്ങ് വൈറലാകുമെന്ന ഇവരുടെയൊക്കെ വിചാരം. വൈറലല്ല ആകാൻ പോകുന്നത്, നല്ല തെറി കിട്ടും ആൾക്കാരുടെ വായിൽ നിന്ന്, അല്ലാതെ എന്താ പറയേണ്ടത്. കാരണം ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഒരു ശല്യമായി മാറിയിരിക്കുകയാണ്. ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഇതുപോലുള്ള ആവാസത്തരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവളുമാരും അവന്മാരും ഒക്കെ റീച്ച് ആകാൻ വേണ്ടിയിട്ട് അല്ലെ വൈറലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഇമാതിരി അപരാധങ്ങൾക്ക് എതിരെ തീർച്ചയായും പ്രതികരിക്കുക തന്നെ ചെയ്യും. ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്. ജീവിതത്തിൽ മറക്കില്ല. കൊച്ചിക്കാരനെ പോലത്തെ ഒരാള് മേത്തേക്ക് വേദന എടുത്തിരുന്നോ? ഇല്ല, അത് അഭിനയല്ലേ, നമ്മളെ അഭിനയമല്ല, അല്ലാതെ ഒറിജിനൽ അല്ലല്ലോ. കാരണം അതിന്റെ ഇടയ്ക്കൂടെ കെയർ ചെയ്യുക ചെയ്തതാ. കാരണം എനിക്ക് ഉരുളുമ്പോ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി കെയർ ചെയ്താണ് എല്ലാം എടുത്തു ഉരുട്ടിയത്. അല്ല ഞാനതുകൊണ്ടല്ല, എന്നെ എടുത്തു ഉരുട്ടിക്കൊണ്ടിരുന്നതാ. കൊച്ചിക്കാരനാ തമന്നക്കുട്ടീനെ എടുത്തപ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം നമ്മള് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് തമന്നക്കുട്ടിയോട് അഭിനയിക്കാം. അത് എനിക്ക് ഒരു ഭാഗ്യം. എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഇൻസ്റ്റയിലും വരുന്നുണ്ട്, ഫേസ്ബുക്കിലും വരുന്നുണ്ട്. ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾ മെസ്സേജ് വയ്ക്കുകയാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അതായത് എൻ്റെ കൂടെ റീച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പൊ റീച്ച് ചെയ്യാൻ പറ്റുന്നവരുടെ ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. അതിനെനിക്ക് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും റീച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ തന്നെ പറയും ഈ ഊളേനൊക്കെ എന്താണ് പറയേണ്ടത്. എന്തുവാ ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട്. ഒരു അഭിലാഷ് ആട്ടായം, പിന്നെ ഈ വിഷ്ണു കൊച്ചിക്കാരൻ, അലിൻ ജോസ് പെരേര, അതുപോലെ തന്നെ കുറേ സ്ത്രീകളും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടും തയ്യാറാണ്. ഏത് രീതിയിൽ എന്ത് ഡ്രസ്സിട്ട് എങ്ങനെ വേണേലും അഭിനയിക്കാൻ തയ്യാറാണ്. അവർക്കൊക്കെ ഒന്ന് വൈറലായാൽ മതി, ഒന്ന് റീച്ച് ആയാൽ മതി. അയ്യോ, ഇതിനൊക്കെ കണ്ടേച്ചാലും മതി. കാണാൻ കുറച്ച് ഭംഗിയുണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും വിചാരിക്കായിരുന്നു. കാരണം ഇവരുടെ ഈ ഇമാതിരി അഭിനയം കണ്ടിട്ട് പറഞ്ഞു പോവാണ്. ഒരിക്കലും അവരെ ബോഡി ഷേമിങ് ചെയ്യുകയോ ഒന്നുമല്ല. കുറച്ചെങ്കിലും ഒരു ബുദ്ധിയും ബോധവും വിവരവും വേണ്ടേ. ഇമാതിരി കിടന്ന് കെട്ടി അങ്ങ് മറിയുവാണ്. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയണ്ടേ. ഇതൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല. ഇമാതിരി കിടന്ന് കുറേ കുത്തിച്ചാട്ടം കാണിക്കുന്നു. ആൾക്കാരെ നല്ല രീതിയിൽ എടുത്ത് വെച്ച് അങ്ങ് തെറിയും പറയും. അല്ലാണ്ട് ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മാതിരി റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ കാണിച്ചു കൂട്ടുന്ന പബ്ലിക്കായിട്ട് ഓരോ റീൽസിൻ്റെ പേരിൽ ഈ മാതിരി അഴിഞ്ഞാട്ടങ്ങളൊക്കെ കാണിക്കുന്ന ഇതുപോലുള്ള എരപ്പകളെയൊക്കെ എന്ത് പറയണം? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മോഹൻ